ഇനി നമ്മളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുന്ന ഒരുപക്ഷെ കൊച്ചി തീരത്തിന് സമീപത്ത് കപ്പൽ മറിഞ്ഞപ്പോൾ നമ്മൾ ആ സമയത്തെ ഒരു ആശങ്ക എന്ന നിലയ്ക്കാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതല്ല, ഇപ്പോൾ വരുന്നത് അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ എത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലാക്കാൻ നടത്തിയ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. കേരള സർവകലാശാല സമുദ്ര ഗവേഷണ വകുപ്പാണ് പരിശോധന നടത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ തീരങ്ങളിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെയ്നറുകൾ അടിഞ്ഞത്. അതേസമയം കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ കപ്പലിന്റെ അടിത്തട്ടിലെത്തുന്നതോടെ സമുദ്ര ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന് കേരള സർവകലാശാല അക്വാട്ടിക് വിഭാഗം മേധാവി എ ബിജുകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കൾ മീനുകൾ വഴി മനുഷ്യരിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും കരുതൽ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സീ വളരെ റഫായതുകൊണ്ട് ഇതിൻ്റെ ഒരു എത്ര അളവിൽ മലിനീകരണം നടന്നു എന്ന് കണ്ടെത്തുകയാണ് ആദ്യത്തെ ഒരു വെല്ലുവിളി. പിന്നീട് നമുക്ക് ഇതിന് ദീർഘകാലത്തെ ഒരു എന്തൊക്കെയാണ് ഈ രാസവസ്തുക്കളെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക, അതിൻ്റെ ഒരു മോണിറ്ററിങ് ദീർഘകാലം നടത്തുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. പെട്ടെന്നൊരു പാനിക്കിൻ്റെ ആവശ്യമില്ല, പക്ഷേ എന്നാലും ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുകയും മോണിറ്ററിങ് നടത്തുകയും അത്യാവശ്യമായിട്ട് വേണ്ടിവരും. ഈ അപകടം നടന്ന മേഖലയിൽ പ്രത്യേകിച്ചും ഈ കണ്ടെയ്നറുകൾ, ഓയിലുള്ള കണ്ടെയ്നറുകളും കാൽഷ്യം കാർബൈഡുള്ള കണ്ടെയ്നറുകളും എത്തിയിട്ടുള്ള മേഖലയിലുള്ള മത്സ്യങ്ങളെ തൽക്കാലം ഒഴിവാക്കുകയാണ് ഒരു മുൻകരുതൽ സമീപനം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. പരിശോധനയ്ക്ക് ശേഷം മാലിന്യങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമില്ല. അതുവരെ ഒരു മുൻകരുതൽ സമീപനം ആവശ്യമാണ്. ഈ സ്വാഭാവികമായിട്ട് ലോകത്ത് ഉള്ള എണ്ണ മലിനീകരണം നടന്ന പ്രദേശങ്ങളിലെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് ഈ എണ്ണ പിന്നീട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് എത്തുകയും ചെറിയ ടോർ ബോളുകളായിട്ട് മാറുകയും അത് ദീർഘദൂരം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഇവിടെ യാത്ര ചെയ്യുകയും ഒരുപാട് കാലം ഈ വെള്ളത്തിൽ നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് നീക്കം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിനെ പെട്ടെന്ന് നമുക്ക് വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചു മാറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ചും വലിയ ദൂരങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അതാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇവിടെ കണക്കാക്കേണ്ടത്. കണ്ടെയ്നറുകൾ പൊട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനെ നീക്കം ചെയ്യുകയും ചലഞ്ചാണ്. കാരണം 50 മീറ്ററോളം താഴ്ചയിൽ ആഴത്തിലാണ് ഇവ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ മോണിറ്ററിങ് തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിൽ വേണ്ടിവരും എന്നുള്ളതാണ്. ദീർഘകാലത്ത് പ്രത്യേകിച്ചും കേരള തീരത്തിൽ ഏറ്റവും സമൃദ്ധമായ മത്സ്യബന്ധന മേഖലയാണ്. ഏറ്റവും അധികം ചെമ്മീനും മത്സ്യങ്ങളും കിട്ടുന്നൊരു മേഖലയാണ് കൊല്ലം, ആലപ്പുഴ തീരപ്രദേശങ്ങൾ. ശരി, വിവരങ്ങളുമായി വി അരുണും ഒപ്പം ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. അരുൺ, സത്യത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുകയായിരുന്നു, പേടിക്കാനൊന്നുമില്ല, അതിനകത്ത് കുറേ പ്ലാസ്റ്റിക് തരികളാണുള്ളത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലൊക്കെ പലരും പറഞ്ഞും എഴുതിയുമൊക്കെ കണ്ടു. പക്ഷേ ആ പ്ലാസ്റ്റിക് തരികൾ എത്രത്തോളം വലിയ വിപത്തുണ്ടാക്കാൻ പോകുന്നതാണെന്ന് പ്രൊഫസർ ബിജുകുമാർ തന്നെ ഫേസ്ബുക്കിലൂടെ എഴുതി കണ്ടു. അതിനോടൊപ്പമാണ് മറ്റെന്താണെന്ന് നമുക്കറിയാത്ത തരം രാസവസ്തുക്കൾ. ഇപ്പോഴും അതിനകത്തുള്ള രാസവസ്തുക്കളെ സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ആരും പുറത്തുവിട്ടിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇതുണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, ഒപ്പം ഒരു വലിയ രീതിയിൽ സമുദ്രോൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കൾ എന്ന നിലയ്ക്ക് കേരള സമൂഹത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്, നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഈ സാഹചര്യം എത്രത്തോളം ഗൗരവമുള്ളതാണ്? അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തെ തീരമേഖല ആ രീതിയിൽ നേരിടുന്നത്. നേരത്തെ ഈ കപ്പൽ ഉണ്ടായി എന്ന സൂചന വന്നപ്പോൾ തന്നെ അതാണ് സംസ്ഥാനം വലിയ ആശങ്കയോടുകൂടി കണ്ടത്. കേരളത്തിന്റെ മത്സ്യസമ്പത്ത് പ്രസിദ്ധമാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഉപജീവനം കഴിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് ബാധിക്കുമെന്ന ആശങ്കയാണ് തുടക്കം മുതൽ ഉയർന്നത്. ആശങ്ക ഇപ്പോഴും അസ്ഥാനത്തായിട്ടില്ല. ഈ എണ്ണപ്പാട ഒരു പരിധിവരെ നീക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു എന്നത് ഒരു പരിധിവരെ ആശ്വാസമാണ്. പക്ഷേ ഈ അല്ലാതെയുള്ള മാലിന്യങ്ങൾ വലിയ ഒരു പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇതിന്റെ വർക്കല തീരത്ത് മറ്റു വഴി പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അത് ആ തീരത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇതിനകം സർക്കാർ ആരംഭിച്ചിട്ടുമുണ്ട്. മത്സ്യമേഖലയാണ് ഇപ്പോൾ ആശങ്ക ഉയരുന്ന മറ്റൊരു മേഖല. ഈ അപകടമുണ്ടായ സ്ഥലത്തുള്ള മത്സ്യമെങ്കിലും കഴിക്കരുതെന്ന നിർദ്ദേശമാണ് വിദഗ്ധർ നൽകുന്നതും. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഒരു ഉന്നതതല യോഗം വിളിച്ചു. ഇതിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടെന്ന കാര്യത്തിലൊരു ധാരണയുണ്ടാക്കി. പ്രത്യേക പ്രോട്ടോകോളൊക്കെ ഇതിനെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും വിവരങ്ങൾ ബന്ധപ്പെട്ട കളക്ടർ കൈമാറുന്നത് സർക്കാരിന്റെ സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിരിക്കണം.
അതിലൂടെ മാത്രം വിവരങ്ങൾ പുറത്തു പോകുക, തെറ്റായ വിവരങ്ങൾ പ്രചരിക്കാൻ പാടില്ല. തീരത്തടിയുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രോട്ടോകോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കും. അതിനുശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാകൂ. നേരത്തെ ഉള്ളതുപോലെ യാതൊരു കാരണവശാലും അടുത്തേക്ക് പോകാൻ നിർദ്ദേശമുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകരെ കൂടി ഉപയോഗിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടി ഈ മാലിന്യങ്ങൾ നീക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുമുണ്ട്. ഏത് തരത്തിലിത് എത്ര വേഗം മാറ്റാൻ കഴിയും? തീരത്ത് നമ്മൾ ഇന്നലെ കണ്ടതാണ് വർക്കലയൊക്കെയുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിട്ട് നമുക്ക് ബോധ്യപ്പെട്ട, അതിൻ്റെ വിദഗ്ധരുടേതും ആവശ്യമില്ലാതെ തന്നെ നേരിട്ട് ബോധ്യമാകുന്ന തരത്തിൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അവിടെ. അത് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളാണ് പ്രധാനമായും ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ സ്വീകരിക്കാൻ പോകുന്നത്. സമുദ്ര ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ഈ എത്രത്തോളം കടൽ മലിനമായിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഈ വിഷാംശം അടക്കമുള്ള വസ്തുക്കൾ കടൽ കറന്നിട്ടുന്ന കാര്യത്തിലൊക്കെ ഇനിയും റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. അതിനുശേഷമാകും ഇത് ഏത് തരത്തിൽ നമുക്ക് മത്സ്യം ഉപയോഗിക്കാം, എവിടെ നിന്നുള്ള മത്സ്യം ഉപയോഗിക്കാം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാവുക. കടുത്ത ആശങ്ക പാരിസ്ഥിതികമായും അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. ശരിയാണ്. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ ഉള്ളത് കൊച്ചിയിലെ വളരെ തിരക്കുള്ള ചമ്പക്കര മാർക്കറ്റിലാണ്. ആജ്ഞ, ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം വരെയും ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന വലിയ വെല്ലുവിളിയെക്കുറിച്ചോ ഒന്നും നമ്മൾ അധികം ചർച്ച ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ വിദഗ്ധർ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് ഈ മാർക്കറ്റിലൊക്കെ പ്രതിഫലിച്ച് തുടങ്ങിയിട്ടുണ്ടോ? സത്യത്തിൽ അവിടെ ഉള്ളവരും അല്ലെങ്കിൽ തന്നെ ഈ മഴക്കാലത്ത് വലിയ ദുരിതത്തിലുള്ള ഒരു മേഖലയാണ് മത്സ്യബന്ധന മേഖല. അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കൂടി നേരിടാൻ ഇപ്പോൾ അതിനുള്ളൊരു ആവത് അവർക്കുണ്ടോ? ശ്രീജ, അക്കാര്യം തന്നെയാണ് അവരും വ്യക്തമാക്കുന്നത്. കാരണം ട്രോളിംഗ് ഉണ്ട്, അതായത് കാലവർഷത്തെ തുടർന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കണ്ടെയ്നറിൽ നിന്നുള്ള രാസപദാർത്ഥങ്ങൾ കലർന്നതോടെ ഇപ്പോൾ വിദഗ്ധർ സംസാരിക്കുന്നത് പോലെ മീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിക്കരുത് എന്ന് പറയുമ്പോഴും അത് ഈ ഒരു വിഭാഗത്തിൻ്റെ ഉപജീവന മാർഗത്തെയാണ് തടസ്സപ്പെടുത്തുന്നത്. അത് നമ്മളോട് തന്നെ പലരും ഇവിടെ വന്നപ്പോൾ അത്തരത്തിലുള്ള സംസാരിക്കുകയും ചെയ്തു, അത്തരത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ചേട്ടാ, നമ്മൾ ചോദിക്കുന്നത് കണ്ടെയ്നർ വന്ന ശേഷം മീൻ കച്ചവടം കുറഞ്ഞിട്ടുണ്ടോ? ആൾക്കാരിങ്ങോട്ട് വരാൻ മീനില്ല, മാർക്കറ്റിൽ മീനില്ല. അതാണ് ഏറ്റവും വലിയത്. വേറെ ഈ എല്ലാം നമ്മൾ അവിടുന്ന് ഫ്രീസ് മീനാണ് ഇപ്പോൾ വരുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല, വേറെ ഒന്നുമില്ല. കടലിൽ നിന്ന് മീനില്ല. ഈ നിരോധനം കൂടി ഒരു പ്രശ്നമാവുന്നുണ്ടോ? കടലിൽ ഇറങ്ങരുത് എന്ന് പറയുന്നത് അതായിട്ടില്ലല്ലോ, ജൂണിലാകുള്ളൂ. ഇപ്പോൾ കടലിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കണ്ടെയ്നർ വന്ന ശേഷം കടലിൽ ഇറങ്ങരുത്, മത്സ്യബന്ധനം പാടില്ല. ഇവിടെ ഇല്ലല്ലോ, ഇവിടെ അങ്ങനെ ഇല്ലെന്നാ തോന്നണേ. ഇവിടെ ഒന്നുമില്ലാത്ത കാരണം കൊണ്ടാണ് വള്ളക്കാരും പോകുന്നില്ല. അല്ലാതെ ആളുകൾ മീൻ വാങ്ങിക്കുന്നത് കുറഞ്ഞിട്ടുണ്ടോ? കുറവൊന്നുമില്ല. കൃത്യമായിട്ട് ആളുകൾ വന്ന് പോകുന്നുണ്ട്, മീനൊക്കെ കച്ചവടം നടക്കുന്നുണ്ട്. വെള്ളം വന്ന മീൻ തീരുന്നുണ്ട്, വരുന്ന മീനില്ലെന്ന് മാത്രമേ, ബാക്കിയുള്ള മീനെല്ലാം കറണ്ടിട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കും. ഒരു കാലം മീനില്ല, കണ്ടില്ലേ? മീനുണ്ടെങ്കിൽ ആളുണ്ട്, ആളില്ലാത്തതുകൊണ്ടിട്ട് മീനില്ല. മീൻ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കച്ചവടം നടന്നുകൊണ്ടിരിക്കും. മീനൊന്നും വിഷമമൊന്നുമില്ല. ആളുകൾ കഴിക്കാൻ അങ്ങനെ പയ്യൊന്നുള്ള ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു ഇതുപോലെ സംസാരിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ. എന്ത് പറയുന്നു? കണ്ടെയ്നർ വന്ന ശേഷം, കണ്ടെയ്നറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം മത്സ്യ കച്ചവടം കുറഞ്ഞിട്ടുണ്ടോ? കച്ചവടത്തിനുള്ള മീൻ വരുന്നില്ല. ഇപ്പോൾ ഈ കാലാവസ്ഥ മാറിയില്ല, ഇപ്പോൾ മഴയും കാറ്റുമൊക്കെ ഇപ്പോൾ കടലിൽ നിന്ന് മീൻ അധികം വരുന്നില്ല. അതുകൊണ്ടാണ് കച്ചവടത്തിനെ ബാധിച്ചത്. ഇതുകൊണ്ടാണെന്ന് ആരും പറയുന്നില്ല. ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപക്ഷെ ആജ്ഞ, ഈ വിഷയം ആളുകളിലേക്ക് അത്ര കണ്ട് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ കപ്പൽ മറിഞ്ഞ് ഈ കടലിലേക്ക് ചേർന്നിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ പറ്റി സത്യത്തിൽ ഇന്നലെ വൈകിട്ടൊക്കെ മുതലാണ് ആ തരത്തിലൊക്കെയുള്ളൊരു ചർച്ച സാധാരണക്കാർക്കിടയിൽ വന്നു തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും അത് ഈ മാർക്കറ്റ് പോലെയുള്ള ഇടങ്ങളിൽ പ്രതിഫലിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ആ മേഖലയ്ക്ക് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. തൽക്കാലം ഈ അപകടമുണ്ടായ മേഖലകളിലെങ്കിലും മീൻ കഴിക്കുന്നത് അത്ര സേഫ് അല്ല എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ അടിയന്തരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഇപ്പോൾ ഈ കടലിലേക്ക് പടർന്നു പിടിച്ചിട്ടുള്ള രാസവസ്തുക്കൾ അത്ര ശുഭകരമായ ഒരു കാര്യമല്ല എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. മറ്റു വാർത്തകളിലേക്ക് കൂടി ആജ്ഞയും ഒപ്പം അരുണുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം.